നഗരഭരണം പിടിക്കാമെന്ന് കഴിഞ്ഞ 2 തവണയായി സ്വപ്നം കാണുന്ന BJPയെ ചെറുത്തു നിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായിരുന്ന 22 സീറ്റുകളിൽ 14 എണ്ണം LDF നേടിയപ്പോൾ 5 എണ്ണം മാത്രമാണ് BJPക്ക് നേടാനായത്, 3 എണ്ണം UDF നേടി. ഇക്കുറി അവിടെ 6 വാർഡുകൾ അധികം വന്നു. 28 വാർഡുകളായി കഴക്കൂട്ടത്തെ നഗരസഭാ വാർഡുകളുടെ എണ്ണം ഉയർന്നു. ആ സാഹചര്യത്തിൽ അവിടെ ഒരു വലിയ കുതിപ്പുണ്ടാക്കാമെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ വിലയിരുത്തലിൽ കഴക്കൂട്ടത്തെ വാർഡുകളിലൂടെ സഞ്ചരിച്ചതിൻ്റെയും അവിടെയുള്ള ആളുകളോട് സംസാരിച്ചതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയ പട്ടിക പ്രകാരം ആ പട്ടിക വാർഡ് തിരിച്ച് പുറത്തുവിടുന്നില്ല. ഈ അവസാന നിമിഷത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഏതായാലും ആ പട്ടിക പ്രകാരം BJPക്ക് അവിടെ അവർ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു കുതിപ്പ് സാധ്യമാകില്ല. കഴിഞ്ഞ തവണത്തെ 5-ൽ നിന്ന് 7 ആകാനുള്ള പരമാവധി 7 ആകാനുള്ള സാധ്യതയെ നിലനിൽക്കുന്നുള്ളൂ. LDF കഴിഞ്ഞ തവണത്തെ 14-15ലേക്ക് ഉയർത്തും. അവിടെ ഒരു നേരിയ വർധന മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കാരണം 6 സീറ്റുകൾ കൂടുമ്പോൾ 1 സീറ്റിൻ്റെ വർധനയേ ഉണ്ടാകുന്നുള്ളൂ. UDF 3-ൽ നിന്ന് 5ലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിൽപ്പെടുന്ന 2 വാർഡുകളിൽ 2 റിബൽ സ്ഥാനാർത്ഥികൾ, ഉള്ളൂരിൽ LDFൻ്റെ റിബലും പൗണ്ട് കടവിൽ UDFൻ്റെ റിബലും ഒരു പക്ഷേ വലിയ ആവേശം നിറഞ്ഞ ഒരു പ്രചാരണം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അവിടുത്തെ സാധാരണഗതിയിൽ ഉണ്ടായേക്കാമായിരുന്ന ഒരു റിസൾട്ടിനെ അട്ടിമറിക്കാൻ പോകുന്നവരാണ്. അതിൽ പൗണ്ട് കടവിലെ UDF റിബൽ ആയി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രചരണത്തിൽ വലിയ രീതിയിൽ മുന്നിലേക്ക് പോയിട്ടുണ്ട്. LDFൻ്റെ സിറ്റിംഗ് സീറ്റാണത്. ഉള്ളൂരും LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ ഈ സ്വതന്ത്ര സാരഥികളുടെ സാന്നിധ്യം ഒരുപക്ഷെ ജയിച്ചു കയറാനുള്ള പ്രാപ്തിയുള്ള സ്വതന്ത്ര സാരഥികളാണ് എന്നുള്ളത് കൊണ്ടാണ് ആ 2 വാർഡുകളുടെ കാര്യം എടുത്തു പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഫലത്തെ പ്രവചനാതീതമാക്കുന്ന ഒരു സാന്നിധ്യമായി അവർ മാറിക്കഴിയുകയും ചെയ്തു. അപ്പോൾ ഉള്ളൂരിലും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പ്രതീക്ഷകളെ അട്ടിമറിക്കാൻ പര്യാപ്തരായി നിൽക്കുന്നുണ്ട്. ഉൾപ്പെട്ട ശ്രീകാര്യത്ത് 2015-ലും 2010-ലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. LDFനെയും UDFനെയും BJPയെയും പരാജയപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് കഴക്കൂട്ടത്തിനും അത്തരമൊരു ചരിത്രം പറയാനുണ്ട്. ആ നിലയ്ക്ക് ഇപ്പോൾ ഈ 2 സ്വതന്ത്ര സാരഥികൾ അവർ പ്രചരണ രംഗത്ത് നിൽക്കുന്ന ആ അവസ്ഥയെ വച്ച് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഇടമാണ്. അതിൽ തന്നെ പൗണ്ട് കടവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഒരു മുൻതൂക്കം നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാതിരിക്കാനുമാകില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അവർ സീറ്റുകൾ നേടിയത് ചെമ്പഴന്തി, ചെല്ലമംഗലം, ചെറുവയ്ക്കൽ, പൗടിക്കോണം തുടങ്ങിയ മേഖലകളാണ്. ആ ഒരു സർക്കിളിനകത്താണ്. ആ സർക്കിളിൽ ഉൾപ്പെടുന്ന മേഖലകളിൽ ഒരുപക്ഷെ BJPക്ക് ഇക്കുറിയും നേട്ടമുണ്ടായേക്കാം. പുതുതായി രൂപീകരിച്ച വാർഡുകളിൽ ഒന്നിലും BJPക്ക് സ്വാധീനമുണ്ടായേക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് 7 വാർഡുകൾ വരെ BJPക്ക് എത്താൻ സാധിക്കും. BJP 15 സീറ്റുകൾ വരെ നേടുമെന്നാണ് അവിടെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളിൽ നിന്ന് അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യം കിട്ടുന്ന വിവരം. പക്ഷേ 15 സീറ്റിലേക്കൊക്കെ BJPക്ക് എത്താൻ വലിയ പ്രയാസമാണ് കഴക്കൂട്ടത്ത്. ഇപ്പോൾ നമ്മൾ ആ വാർഡുകളുടെ ഒരു അവലോകനം പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. എങ്കിലും BJP നേതൃത്വം 15 കിട്ടിയില്ലെങ്കിലും 12എങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെ 12 കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ മൊത്തത്തിലുള്ള കണക്കിൽ അതൊരു വലിയ വ്യത്യാസമായി മാറും. പക്ഷേ അത്തരത്തിൽ 12ലേക്ക് പോലും എത്താൻ BJPക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴക്കൂട്ടത്ത് സാധിക്കും എന്ന് കരുതുക വയ്യ. കാരണം ഓരോ വാർഡുകളുടെ അനാലിസിസ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ആ വാർഡുകളിൽ BJP പ്രതീക്ഷിക്കുന്ന ഇടത്തൊന്നും അങ്ങനെ ഒരു വമ്പൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണമെങ്കിൽ അത് കഴക്കൂട്ടത്ത് വേണം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറേയായി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കുന്ന വേളയിൽ 2-മതോ 1-മതോ ഒക്കെ എത്താറുണ്ട് എങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പല വാർഡുകളിലും ദയനീയമായി 3-ാം സ്ഥാനത്ത് പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിവില്ലാത്ത വിധം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന UDF സംവിധാനം സടകുടഞ്ഞെഴുന്നേറ്റതിൻ്റെ ഒരു ഫലമെങ്കിലും ഉണ്ടാകണമെങ്കിൽ അവിടെ UDFന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം. പക്ഷേ അത്ര വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റവും കുതിച്ചുചാട്ടവും UDFന് കഴക്കൂട്ടത്ത് സാധ്യമാകുമെന്ന് നമ്മളുടെ അനാലിസിസിൽ വ്യക്തമാകുന്നില്ല. നമ്മളുടെ ആ സർവേ റിപ്പോർട്ട് പ്രകാരം UDFന്
കഴിഞ്ഞ തവണത്തെ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം, എങ്കിലും ചിലത് അവർ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ വാർഡുകളിൽ ചിലത് UDF നേട്ടമുണ്ടാക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നതാണ്. ആ നിലയിലുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ 5 സീറ്റിലേക്ക് വരാം. LDF കഴിഞ്ഞ തവണത്തെ 14-ൽ നിന്ന് ഈ പുതിയ 6 സീറ്റ് കൂടി വരുമ്പോൾ ഒരു 18-19 പോകേണ്ടതാണ്. പക്ഷേ പല ഘടകങ്ങളും അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കമുണ്ടായ ചില അസ്വാരസ്യങ്ങൾ പല വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ ഗൗരവമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായ കാര്യം. അതുകൊണ്ടാണ് 15 സീറ്റിലേക്ക് LDF അവിടെ ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട്. ആ 15 എന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല. 28-ൽ 15 ഒരുപക്ഷെ തലസ്ഥാന ഭരണം ആർക്ക് എന്ന് നിശ്ചയിക്കുന്നതിൽ അതിനിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്ന നിയമസഭാ മണ്ഡലമായി കഴക്കൂട്ടം നിലകൊള്ളുന്നതും അതുകൊണ്ട് തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകൾ 5 നിയമസഭാ മണ്ഡലങ്ങളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതിൽ 25 സീറ്റുകൾ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ്. കഴക്കൂട്ടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോർപ്പറേഷൻ വാർഡുകളുള്ള നിയമസഭാ മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ 24 വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 12 എണ്ണം LDF നേടി, 9 എണ്ണം BJP, 3 എണ്ണം വലിയ തകർച്ചയ്ക്കിടയിലും UDF വട്ടിയൂർക്കാവിൽ സ്വന്തമാക്കാനായി. ചിലയിടങ്ങളിൽ 2ാം സ്ഥാനത്തെത്തുന്ന പ്രകടനവും കാഴ്ചവെച്ചു. ഇക്കുറി 25 വാർഡുകളിൽ 2 എണ്ണം പുതിയതായി രൂപീകരിച്ചതാണ്. അമ്പലമുക്കും ഗൗരീശപട്ടവും. നേരത്തെ ഉണ്ടായിരുന്നതിൽ ഒരു വാർഡ് PTP നഗർ വാർഡ് ഇല്ലാതായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ 25 സീറ്റുകളിൽ കഴിഞ്ഞ തവണത്തെ ആധിപത്യം LDF നിലനിർത്താൻ സാധിക്കില്ല എന്നതാണ് നമുക്ക് നമ്മുടെ പ്രീപോൾ അനാലിസിസിൽ വ്യക്തമാകുന്ന കാര്യം. വാർഡ് തിരിച്ചുള്ള കണക്കൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് എങ്കിലും ഈ അവസാന ഘട്ടത്തിൽ വാർഡ് തിരിച്ച് ഇന്നയാൾ ജയിക്കും ഇന്നയാൾ പരാജയപ്പെടും എന്നുള്ളത് നമ്മൾ അവതരിപ്പിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 12 സീറ്റ് നിലനിർത്താൻ ഇത്തവണ ഒരു സീറ്റ് കൂടിയിട്ടും 25 സീറ്റുകൾ ഉണ്ടായിട്ടും LDF സാധിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് BJP ആയിരിക്കില്ല എന്നതാണ് വട്ടിയൂർക്കാവിനെ ശ്രദ്ധേയമാക്കുന്നത്. കഴിഞ്ഞ തവണ 3 സീറ്റുണ്ടായിരുന്ന UDF ഇക്കുറി അത് ഇരട്ടിയാക്കാനുള്ള സാധ്യത വട്ടിയൂർക്കാവിലുണ്ട്. വട്ടിയൂർക്കാവിലെ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായ പല വാർഡുകളിലും LDF മറികടന്ന് 1ാം സ്ഥാനത്തെത്താനുള്ള ഒരു കരുത്ത് ഇക്കുറി UDF നേടിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ നമ്മൾ ഇക്കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യവും അങ്ങനെയാണ്. എന്തായാലും UDF അനുകൂലമായ ഒരു വികാരം ചിലയിടങ്ങളിലെങ്കിലും വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ 25 വാർഡുകളിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ LDF സീറ്റ് കുറയുന്നു, പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കളാകുന്നത് BJP അല്ല എന്ന് പറയുമ്പോൾ UDF ചെറിയ തോതിൽ വർധനയുണ്ടാകുന്നു. അതുപോലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ 2 വാർഡുകളിൽ സ്വതന്ത്രന്മാരുടെ സാന്നിധ്യം മുന്നണികൾക്ക് വലിയ തലവേദനയായിട്ടുണ്ട്.